ഹലോ, അപ്പം നമ്മളിന്ന് ഗണപതിപുല്ലയിൽ നിന്ന് തിരിച്ചിട്ട് പോവുകയാണ്. സോ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി റിസപ്ഷനിൽ പോയി. ഇതാണ് റിസപ്ഷൻ. അപ്പം അവിടെ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തു. ഇനി നമ്മൾ നമുക്കൊരു അറൗണ്ട് ഒരു 11 hours ജേർണി ഉണ്ട്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ എത്തി. റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം നല്ല അടിപൊളി വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ട്രാവലിംഗ് ആയതുകൊണ്ട് ഞാൻ അധികം ഓയിലി അല്ലാത്ത ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. സോ നമ്മൾ കുറച്ച് നേരം വ്യൂസൊക്കെ അങ്ങനെ കണ്ടിരുന്നു. അപ്പം പിന്നെ അതിൽ കടലിലൂടെ അങ്ങനെ ഓരോ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഈ നമ്മുടെ ക്യാമറയിൽ അത്ര കാണുന്നുണ്ടാവില്ല, അതാ കണ്ടില്ലേ. അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം നമ്മുടെ ഫുഡ് വന്നു. ഞാൻ പോഹയാണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ലതായിരുന്നു. കോഫിയും പോഹയും കഴിച്ചു. ദെൻ ഇത് അവിടെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സൈഡായിരുന്നു, ഈ ഒരു ജെട്ടി പോലെയുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം പോയി നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ദെൻ നമ്മൾ ഇനി തിരിച്ചു പോവാണ്. സോ ആ ജെട്ടീൻ്റെ അവിടെ നമ്മൾ ഇതുവരെ വന്നിരുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് അവിടെയും കൂടി ഒന്ന് കവർ ചെയ്യാൻ വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ, രാവിലെ തന്നെ അവിടെ പോയിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഗണപതിപുല്ലേ ടെമ്പിളിലാണ്. അന്ന് ഞാൻ രാത്രിയായി പോയില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പകലൊന്ന് കാണണമെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി പോവാണ്. അങ്ങനെ നമ്മൾ ടെമ്പിളിലെത്തി. ടെമ്പിളിൽ നിന്ന് ഇതാ കടലിലേക്കുള്ള ഒരു വ്യൂ ആണ്. ഒരു ഡോറ് തന്നെയുണ്ട് കടലിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള. അങ്ങനെ നമ്മൾ അവിടുന്ന് ജസ്റ്റ് തൊഴുതിട്ട് ഇറങ്ങി. ഇനി നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ചിട്ട് പോവാണ്. ഇന്നലെ നമ്മൾ കണ്ട മോഡൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മോഡൽ ഇതാ ഇവിടെയുണ്ട്. ഈ ഡേ ലൈറ്റിൽ ഒന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെയും അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങാൻ പറ്റി. പിന്നെ ഇതേപോലെയുള്ളത് ഇതിങ്ങനെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇളനീര് കഴിച്ചു. കുറേ അമ്പലത്തിലൊക്കെ പോയി നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ വന്ന് നമ്മുടെ വണ്ടി ഇവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്തു. പിന്നെ അത് കുറേ കഴിഞ്ഞിട്ട് ലഞ്ചായിട്ടോ. നമ്മൾ കുറച്ച് ദൂരം പോയി പിന്നെ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നിർത്തിയത്. ഞാൻ കഴിച്ചത് റൈസും കേടും പിക്കിളും പപ്പടും കേട്ടോ. പപ്പടമൊന്നും അധികം കഴിച്ചില്ല. റൈസും കേടും കുറച്ച് കഴിച്ചു, പിക്കിളും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ പിന്നെയും നമ്മൾ ട്രാവലിംഗ് തന്നെയായിരുന്നു. പിന്നെ നമ്മളൊരു ഹോട്ട് സ്പ്രിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. അതാണിത്. അത് തന്നെ കാല് വെച്ചപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. നല്ല ചൂടുവെള്ളത്തിൽ വെക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ കാലൊക്കെ കഴുകി. കുറേ പേരല്ല, ഒരാളിരുന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് കാല് മാത്രം കഴുകി. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും യാത്ര തുടരാനുള്ള പരിപാടിയാണ്. ഇതാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ. നേരത്തെ കണ്ട കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് ബോംബെയിലെത്തി. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം ബൈ.